നെടുമങ്ങാടിനടുത്തുള്ള പ്രകൃതി രമണീയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിനടുത്തുള്ള റോസ് മല. ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്നും ഹൈറേഞ്ച് വഴിയുള്ള കാനനപാതയിൽ കൂടി ഏകദേശം 5 കിലോമീറ്ററോളം പോയാൽ റോസ് മലയുടെ പ്രധാന ആകർഷണമായ ഹിൽ ടോപ്പ് വ്യൂവിൽ എത്താം. അവിടെ നിന്നുള്ള തെന്മല ഡാമിൻ്റെ കാഴ്ച കാണാൻ നല്ല രസമാണ്. പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ അവയുടെ പ്രത്യേക ആകൃതികൾ കൊണ്ട് സവിശേഷപ്പെട്ടിരിക്കുന്നു. കാനനപാതയിൽ കൂടിയുള്ള യാത്ര അല്പം ദുഷ്കരമാണ്. ആയതിനാൽ ചെറിയ കാറുകളും ബൈക്കുകളും ആര്യങ്കാവ് ജംഗ്ഷനിൽ പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നുള്ള ട്രക്കുകളെ ആശ്രയിക്കുന്നതായിരിക്കും ഉത്തമം. ഹിൽ ടോപ്പിലേക്കും അവിടെ നിന്ന് തിരികെയും യാത്ര ചെയ്യുന്നതിന് ജീപ്പ് ഒന്നിന് 1500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ഏറിയും കുറഞ്ഞുമിരിക്കും. കാനന പാതയിലൂടെയുള്ള ട്രക്ക് യാത്ര സാഹസികമാണ്. എന്നിരുന്നാലും കൺകുളിർമയുള്ള കാഴ്ചകൾ നമ്മെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇടതൂർന്ന മരങ്ങളും കുറ്റിക്കാടുകളും അവയുടെ ഇടയിലായി പലപ്പോഴായി കാണുന്ന കാട്ടുപോത്ത്, ആന, മാൻ, മയിലുകൾ തുടങ്ങിയ കാട്ടുജീവികളും കാട്ടുപാതയെ കുറുകെ മുറിച്ചൊഴുകുന്ന കാട്ടരുവികളുടെ കളകളാരവവും സഞ്ചാരികളെ കോൾമയർ കൊള്ളിക്കുന്നു. ഇടുങ്ങിയ പാതയാണെങ്കിലും സഞ്ചാരികളെയും കൊണ്ട് പായുന്ന ട്രക്കുകൾ തലങ്ങും വിലങ്ങും ഓടുന്നു. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ട്രക്ക് മറ്റൊന്നിന് സൈഡ് കൊടുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭയന്നുപോയി. കാരണം ഒരു സുരക്ഷിത വേലിയുമില്ലാത്ത റോഡിൻ്റെ മറുവശത്ത് അഗാധമായ ഗർത്തം. ഡ്രൈവറിന് അല്പമൊന്ന് പിഴച്ചാൽ സംഗതി കുഴയും. കുറേ നേരത്തെ വനസഞ്ചാരത്തിന് ശേഷം പ്രകൃതി രമണീയമായ ഒരു നാട്ടിൻ പുറത്തെത്തി. അവിടെ സർക്കാർ അതിഥി മന്ദിരങ്ങളും ഒരു ചെറിയ ചായക്കടയും കാണുന്നുണ്ടായിരുന്നു. ട്രക്കുകൾ ഇവിടെ വരെയേ ഉള്ളൂ. ഇനി മല കയറണം. ഞങ്ങൾ അതിഥി മന്ദിരത്തിലെ ഓഫീസിൽ ബന്ധപ്പെട്ട ശേഷം മല കയറാൻ തുടങ്ങി. തികച്ചും ദുർഘടമായ വഴി. വലിയ പാറകളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞതായിരുന്നു വഴി. ഏകദേശം 1 കിലോമീറ്റർ കയറിയപ്പോൾ ഹിൽ ടോപ്പിലെത്തി. അവിടെയും സർക്കാർ വക കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അവയുടെ ചുറ്റും പൂന്തോട്ടങ്ങളും ഔഷധച്ചെടികളും വച്ചു പിടിപ്പിച്ചിരിക്കുന്നു. ഉയരമുള്ള ഒരു ടവർ ഞങ്ങളെ അതിശയിപ്പിച്ചു. അതിന് മുകളിൽ കയറാൻ ഗോവണിയുണ്ട്. ടവറിന് മുകളിൽ കയറി നോക്കിയാൽ തെന്മല ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം കാണാം. പറഞ്ഞു വിശദീകരിക്കാൻ കഴിയാത്ത വശ്യതയാർന്ന കാഴ്ച. ഡാമിലെ ജലനിരപ്പിൻ്റെ കാലാകാലങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാകാം വെള്ളക്കെട്ടുകൾക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺതിട്ടകൾ ചെറുദ്വീപുകൾ പോലെ കാണപ്പെടുന്നു. അവയ്ക്കൊക്കെ ഒരു ശില്പി രൂപപ്പെടുത്തിയ അമൂർത്തമായ ജാമിതീയ രൂപങ്ങളും. റോസ് നിറമാർന്ന ആ ദ്വീപുകളുടെ നിറയെ കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അനേകം ജീവജാലങ്ങൾ ആ കണ്ടൽക്കാടുകൾക്കുള്ളിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അസ്തമന സൂര്യൻ്റെ പൊൻകിരണങ്ങൾ മേഘപാടുകൾക്കിടയിലൂടെ ജലാശയത്തിലെ ഓളപ്പരപ്പുകളിൽ വെള്ളിത്തിളക്കം വിതർന്നു. നനുത്ത കാറ്റ് ടവറിന് മുകളിൽ നിന്നിരുന്ന ഞങ്ങളെ തഴുകി കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ കാഴ്ച കാണാൻ ധാരാളം പേർ ടവറിന് താഴെയും നിൽക്കുന്നത് കാണാം. ഏതായാലും നെടുമങ്ങാട്ട് നിന്നും അധികം ദൂരമില്ലാത്ത റോസ് മലയിലേക്ക് യാത്ര പോകുന്നത് പ്രകൃതി സ്നേഹികളായ യാത്രികർക്ക് മുതൽക്കൂട്ടാകും തീർച്ച.